ഇന്ന് നമ്മൾ ഒരു പുതിയ ഇത് പഠിക്കാൻ പോവാണ്. അതെന്താണെന്ന് വെച്ചാൽ 100 വർഷത്തെ കലണ്ടർ. ആ 100 വർഷത്തിൻ്റെ ഇടയ്ക്ക് 100 വർഷം വെച്ചാൽ 2001 തൊട്ട് 2100 വരെ ഇത്രയും വർഷങ്ങളുടെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ഡേറ്റ് പറയുകയാണെങ്കിൽ ആ ഡേറ്റ് ഏത് ദിവസമാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, 100 വർഷത്തെ കലണ്ടർ ഏതാണ്? ഇയർ 2001 തൊട്ട് 2100 വരെ. ഇതിലൊരു കാര്യം നമുക്ക് ഓർമ്മ വയ്ക്കേണ്ടത്, 2001 ലീപ്പ് ഇയർ അല്ല. ലീപ്പ് ഇയർ അല്ല എന്ന് വെച്ചാൽ ഫെബ്രുവരി 29 ദിവസം വരുന്നതിനാണ് ലീപ്പ് ഇയർ എന്ന് പറയുക. അപ്പോൾ 2001 ലീപ്പ് ഇയർ അല്ല എന്ന് ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എവറി 4 ഇയർ നമുക്ക് എല്ലാ 4 വർഷം കൂടുമ്പോഴും ലീപ്പ് ഇയർ കിട്ടും. കാരണം ഇത് വെരി ഇമ്പോർട്ടൻറ്റ് റോൾ നമുക്ക് പ്ലേ ചെയ്യും ഈ ഡേറ്റ് കണ്ടുപിടിക്കുന്നത്, ദിവസം കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇനി ഇവിടെ ഞാൻ എഴുതിക്കുന്നത് ആൽഫബറ്റ്സ് ആണ്, അത് മാസങ്ങളാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, അങ്ങനെ ഡിസംബർ വരെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഞാൻ ഓരോ നമ്പറുകളും കൊടുത്തിട്ടുണ്ട്, അത് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പേഴ്സാണ്. അതുപോലെ തന്നെ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ കൊടുത്തിട്ടുണ്ട്, അതിനും ഞാൻ ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. സാറ്റർഡേക്ക് 0 നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്, എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. എന്നെ ഞാൻ ഡേറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. 1 May 2009 ഏത് ദിവസമാണെന്ന് നമുക്കറിയണം. അപ്പോൾ അതിൻ്റെ ഫോർമുല എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഈ ഡേറ്റ് എഴുതുക, അതാണ് 1 പ്ലസ്. ഇനി മെയ് മാസത്തിൻ്റെ നമ്പർ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? 1, അത് 1 ആഡ് ചെയ്തു. ഇനി ഈ വർഷത്തിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് അത് എത്രയാണ്? +09. ഇനിയാണ് അടുത്തത്, അതെന്താണെന്ന് വെച്ചാൽ ഈ 2001 തൊട്ട് 2009 ഉള്ളിൽ എത്ര ലീപ്പ് ഇയർ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു 2001 ലീപ്പ് ഇയർ അല്ല. അപ്പോൾ അടുത്ത ലീപ്പ് ഇയർ എപ്പോഴാണ് വരിക? 2004 വന്നു. അപ്പോൾ ഇതൊരു ലീപ്പ് ഇയർ ആയി. നെക്സ്റ്റ് ലീപ്പ് ഇയർ അടുത്ത 4 വർഷം, അപ്പോൾ 2008 വന്നു. അപ്പോൾ അതൊരു ലീപ്പ് ഇയർ ആയി. പിന്നെ വരുന്നത് 2012 ആണ്. അപ്പോൾ 2009 ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഈ 2001 തൊട്ട് 2009 ഇടയിൽ എത്ര ലീപ്പ് ഇയർ വന്നു? 2 ലീപ്പ് ഇയർ വന്നു. അതിവിടെ എഴുതി +2. ഇനി ഇതിനെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 13. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഈ 1 May 2009 ഏത് ദിവസമാണെന്നാണ് അറിയേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 13 എത്ര ദിവസം, നമുക്ക് ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട്? 7 days. 13 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും 7 1s are 7 ആൻഡ് ബാലൻസ് നമുക്ക് 6 കിട്ടും. അപ്പോൾ ഈ 6 നമ്മൾ ഇവിടെ നോക്കുക, ഇതേതാണ് 6 വന്നിരിക്കുന്നത്? ഫ്രൈഡേ. അപ്പോൾ നമ്മുടെ 1 May 2009 ഈസ് ഫ്രൈഡേ. മനസ്സിലായോ? ഇതിന് നമുക്ക് ആകെ വേണ്ടതെന്ന് വെച്ചാൽ ഈ ജനുവരി ടു ഡിസംബർ എന്നുള്ളതിൻ്റെ നമ്പർ കറക്റ്റായിട്ട് നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഈ സൺഡേ മൺഡേക്ക് ഏതാണ് നമ്പർ കൊടുത്തിരിക്കുന്നത് നമ്മൾ മനസ്സിൽ ഓർമ്മ ഉണ്ടായിരിക്കണം. ഇത് രണ്ടും അറിഞ്ഞിരുന്നാൽ ബാക്കി നമ്മുടെ മെത്തേഡ് ഇതേപോലെ ചെയ്താൽ നമുക്ക് ഇത്രയും ഈ 100 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഏതൊരു ഡേറ്റ് പറഞ്ഞാലും അത് ഏത് ദിവസമാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു.